അപ്പോഴേ നമ്മുടെ പച്ചച്ചീര നിൽക്കുന്നത് കണ്ടോ? ഞാൻ കുറേ തവണ കാണിച്ചിട്ടുള്ളതാണ് ഈ പച്ചച്ചീര കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് ഒരുപാട് തവണ നമ്മളത് കട്ട് ചെയ്തെടുത്ത് തോരൻ വെക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് മുകളിലോട്ട് പോയിട്ട് നിറച്ച് പൂവായിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാനൊന്ന് കട്ട് ചെയ്യാൻ വിട്ടുപോയി. ആ സമയം നോക്കി ഇത് പൂത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പൊക്കവും നോക്കിയത് നല്ല പൊക്കത്തിലാണ് ഇത് വളരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്രയും പ്രതിരോധശേഷിയുള്ള ചീര വേറെ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ എന്നുമേനും മഴ പെയ്ത് എന്നിട്ട് പോലും ഒരു പുള്ളിക്കുത്തും വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ഈ ചുവപ്പ് ചീര ഉണ്ടല്ലോ, ഇതിനും പുള്ളിക്കുത്ത് വന്നിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ കൃഷിയിടത്തിൽ നട്ടിരിക്കുന്ന ബ്ലാത്തങ്കര ചീരയ്ക്കകത്ത് മൊത്തം പുള്ളിക്കുത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഈ 2 ചീരയ്ക്ക് ഇതുവരെ പുള്ളിക്കുത്തൊന്നും വന്നിട്ടില്ല. ഈ പച്ചച്ചീരയുടെ ഇലയ്ക്ക് നല്ല ആരോഗ്യമുണ്ട്, അതേപോലെ തന്നെ നല്ല രീതിയിൽ വിത്തുമായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ ഈ വിത്ത് കുറച്ച് കട്ട് ചെയ്തെടുക്കാമെന്നേ. സാധാരണ ഞാൻ ഈ പച്ചച്ചീരയുടെ വിത്ത് കട്ട് ചെയ്തെടുക്കാറില്ല, തന്നെ വീണ് എവിടെയെങ്കിലുമൊക്കെ വീണ്ടും കിളിച്ച് വരുത്തതേ ഉള്ളൂ. എല്ലാ വർഷവും അങ്ങനെ തന്നെ കിളിർത്ത് വരുവായത്. ഇതിൻ്റെ വിത്ത് ഞാനങ്ങനെ എടുക്കാറേ ഇല്ല. അപ്പോൾ ഇത്തവണ ഞാൻ നോക്കിയപ്പോൾ നിറയെ വിത്ത് നിൽക്കുന്നു. നമുക്ക് താഴെ വീണ് കഴിഞ്ഞാൽ ഒരുപാട് തൈകളുണ്ടാകും. അപ്പോൾ ഒരുപാട് നമുക്ക് വേണ്ടല്ലോ. ഇപ്പോൾ അത്യാവശ്യത്തിന് അവിടെയൊക്കെ തന്നെ വീണ് കിളിക്കും. അപ്പം നമുക്ക് കുറച്ച് ചീര വിത്ത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. അപ്പം എന്താ കണ്ടോ, നമ്മുടെ ചീരവിത്തിൻ്റെ നീളം കണ്ടോ? ആ വിത്തിന് തന്നെ നല്ല നീളമുണ്ട്. നമ്മുടെ ചുമന്ന ചീരയുടെ കൂട്ടയല്ല, ഇത് ഓരോ കതിര് പോലെ മുകളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ല നീളവും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അരി വളരെ ചെറിയതാണ്. നമ്മുടെ സാധാരണ ചീര അരിയെക്കാട്ടിലും വളരെ ചെറിയ അരിയാണ് ഈ പച്ചച്ചീരയുടെ അരി കേട്ടോ. പിന്നെ താഴോട്ട് നമ്മൾ ഉണക്കാൻ വെക്കുമ്പോൾ കുറേ ഉറുമ്പൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഇത് കട്ട് ചെയ്യും തോറുമാണ് വീണ്ടും വീണ്ടും കിളിർത്ത് വരുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് പൂ വരാൻ തുടങ്ങും. അപ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നതനുസരിച്ച് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പൂക്കത്തില്ല, അല്ലാതെ തന്നെ കുറ്റിച്ച് നിൽക്കും. ഇത് പിന്നെ ചുമന്ന ചീരയുടെ കൂട്ട് അങ്ങനെ സീസണൊന്നും നോക്കി കൃഷി ചെയ്യേണ്ട. എപ്പോഴും ഇങ്ങനെ ഇതിനകത്ത് ഇലകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വർഷം മുഴുവൻ നമുക്ക് ചീര തോരൻ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഈ ഒരു 1-2 മൂട് ചീര ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ള ഇലക്കറികൾ നമുക്ക് ഇതിനകത്തുനിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നല്ലൊരു ഞാൻ ചീര, അതിൻ്റെ പേരൊന്നും എനിക്ക് ഇതുവരെ അറിയത്തില്ല. ഇതിനെന്തെങ്കിലും പേര് കാണുമായിരിക്കും. അപ്പം പേരും ഒന്നും അറിയത്തില്ല. ഇത് ഒത്തിരി വളരുന്നത് കൊണ്ട് ഇതിനെ മരച്ചീര എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. പച്ചച്ചീര മരച്ചീര എന്നൊക്കെ ഞാൻ പറയും. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ പേര് ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടോ? എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചീരയുടെ ഇപ്പം ഒരു 2-3 മൂട് ചീരയ്ക്കകത്തു നിന്നാണ് നമുക്ക് ഇത്രയും വിത്ത് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിലും കുറച്ച് ചീര നിൽപ്പുണ്ട്. ഇനിയും വീടിൻ്റെ പുറകിലും കുറേ ഇതേപോലെ തന്നെ നിൽപ്പുണ്ട്. അതൊക്കെ നല്ലതായിട്ട് വിത്തായിട്ട് നിൽക്കുക. പക്ഷേ എല്ലാം കൂടെ വിത്ത് ഞാൻ എടുക്കുന്നില്ല. ഇപ്പം കുറച്ച് ഞാൻ ഇതിങ്ങനെ കണ്ടതുകൊണ്ട് വിത്ത് എടുക്കുകയും ചെയ്യാം. പിന്നെ ബാക്കി ഭാഗം പൊട്ടിക്കിളിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതിപ്പം ഏതെങ്കിലും ഒരു ചാക്കിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലോ നിരത്തിയിട്ട് വെയിലത്തിട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വിത്ത് കുടഞ്ഞെടുക്കാൻ പറ്റും. അപ്പോഴാ നമ്മുടെ വിത്ത് ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഉണക്കിയെടുക്കണം. 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ഉണക്കിയെടുക്കാം. ഇത് ഉണക്കിയെടുത്ത് സൂക്ഷിച്ച് വെക്കാം. പിന്നെ വേണം അങ്ങനെ നമ്മുടെ ചീര വിത്ത് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വൈകിട്ട് വന്ന ശേഷമാണ് കട്ട് ചെയ്യുന്നത്. കാരണം രാവിലെ സമയമില്ലായിരുന്നു. അപ്പം വൈകിട്ട് വന്ന ശേഷം കട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പം വെയിലത്തിടാൻ പറ്റത്തില്ല. ഇത് പൊതിഞ്ഞ് ഒന്ന് വാടാൻ വേണ്ടി വിട്ട് വെക്കാം. എന്നിട്ട് രാവിലെ വെയിലത്തിടാം.